പലരും ചിലപ്പം ദുബായിൽ ചെല്ലുന്നു അല്ലെങ്കിൽ UAE ചെന്ന് കഴിയുമ്പോൾ ഞാനൊരു 2 വർഷം കഴിയുമ്പോൾ തിരിച്ചിങ്ങ് പോരും, അല്ലെങ്കിൽ ഒരു 5 വർഷത്തേക്ക് പോകുന്നുള്ളൂ. അങ്ങനെ 5 വർഷം പറഞ്ഞിട്ട് 50 വർഷമായിട്ട് ഇപ്പൊ താമസിക്കുന്ന ആളുകൾ അവിടെയുണ്ട്. പക്ഷെ അന്നത്തെ നിയമങ്ങൾ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഫ്രീ ഹോൾഡ് ആയതുകൊണ്ട് ആർക്കും പ്രോപ്പർട്ടി വാങ്ങാമെന്നൊരു സിറ്റുവേഷനിലേക്ക് വന്നു. അത് തലമുറകളായിട്ട് കൈമാറുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. വൺ ഓഫ് ദ മേജർ പ്ലസ് പോയിന്റ്സ് ദുബായിലുള്ളത് ഇൻട്രസ്റ്റ് റേറ്റ്സ് വളരെ കുറവാണ്. 4% താഴെയുള്ള ഇൻട്രസ്റ്റ് റേറ്റ്. ഇപ്പോൾ ഒരാൾ അവിടെ നന്നായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്, അവർക്കൊരു നല്ല സാലറി ഉണ്ട്. മേ ബി അവരൊരു മിനിമം 1 BHK ഒരു നല്ല ലൊക്കേഷനിൽ ഒരു മിനിമം രീതിയിൽ റെന്റിന് താമസിക്കണമെങ്കിൽ മാസം 5000 ദിർഹംസാണ് റെന്റ് കൊടുക്കുന്നത്. അവർക്കൊരു 20% ഡൗൺ പേയ്മെന്റ് എങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ഒരു 1 BHK ലെറ്റ്സ് ഒരു 7.5 lakhs to 1 million ദിർഹംസിന്റെ ഇടയിൽ കിട്ടും. ഒരു 20% ഡൗൺ പേയ്മെന്റ് മാറ്റി വെക്കാൻ പറ്റിയാൽ അവർക്കൊരു മോർഗേജ് ചെയ്താൽ ഈ റെന്റ് കൊടുക്കുന്ന അത്രയും പോലും EMI വരില്ല. അപ്പൊ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം ഒരാൾ പ്രോപ്പർട്ടി ഓൺ ചെയ്ത് നമുക്കൊരു ലോങ് ടൈം പ്ലാൻ ഉണ്ട് അവിടെ താമസിക്കാമെന്നെങ്കിൽ ഓൺ ചെയ്ത് താമസിക്കുന്ന ഒരു ബെറ്റർ ചോയ്സ് ആയിരിക്കും.